നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇന്ന് ആരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാട്ടുകൂട്ടത്തിനെ പരിചയപ്പെടാം. കറുക എത്നിക് ബാൻഡ്. ഒരു അതിഥിയും കൂടെ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യാനുണ്ട്. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമൃത TV നടത്തിയ ഡിജിറ്റൽ മീഡിയ അവാർഡ് 2025 ഒരു വിന്നറാണ് ഇവിടെ വരാൻ പോകുന്നത്. ബെസ്റ്റ് ഫിക്ഷൻ എമർജിംഗ് അവാർഡ് വിന്നർ അൻസു മരിയ. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ദൈവമേ, ഇത്ര പാവമാണോ അൻസു? വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പോ ജിൽ 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 എന്ന് നിൽക്കുന്ന ഒരാളാണല്ലോ. സ്കൂള് കുട്ടിയല്ലേ? അതെ അല്ലേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 9th പഠിക്കുന്നത്. എന്റെ വീട് എറണാകുളം മുളന്തുരുത്തിക്ക് അടുത്ത. ഈ പഠിത്തവും വീഡിയോ എടുക്കലും എല്ലാം കൂടെ നമ്മള് ശനിയാഴ്ച ഞായറാഴ്ച വീഡിയോ ചെയ്യും. അപ്ലോഡ് ചെയ്യുന്ന ഞായറാഴ്ച വ്യാഴാഴ്ച. അപ്പൊ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും കറക്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും? ചെയ്യും. അല്ല മോളെ, ഈ കണ്ടന്റ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ് ഈ സ്ക്രിപ്റ്റും എഴുതുന്നത്? ഡയലോഗ്സ് എങ്ങനെ പറയണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം? കണ്ടന്റ് ഞാനും പിന്നെ ജയകൃഷ്ണൻ സാറുന്നുണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. സാറാണ് നല്ല മെയിൻ ആയിട്ട് കണ്ടന്റ് സെറ്റാക്കി തന്നെ. കൗണ്ടറൊക്കെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത്. ഈ കണ്ടന്റ് ആരായിരുന്നു? മറ്റേ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്നാലും പഠിക്കും, അല്ല അങ്ങനെയല്ലേ? ശുഭദിനം. അതാരാ കണ്ടന്റ്? അത് സാറ് കണ്ടന്റ് വന്ന് ഞാനും കൂടെ കൗണ്ടർ കയറ്റി. അതുപോലെ തന്നെ എല്ലാവരും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൗണ്ടർ കയറ്റി തുടങ്ങി. അതെ, ആ കണ്ടന്റ് ഒന്ന് കാണിക്കുവോ? ഒന്ന് കണ്ടാലോ നമുക്ക്? ശുഭദിനത്തിന്റെ പഠിക്കുവാൻ സ്കൂളിലോട്ട് തന്നെ എഴുന്നള്ളണമെന്നില്ല. പഠിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്നാലും പഠിച്ചുകൊള്ളും. ശുഭദിനം. അപ്പൊ അമ്മ വരും. അമ്മ അടി കൊടുക്കും. എന്താ പറയണേ? സ്കൂളിൽ പോയിരിക്കണം ഓരോരോ അടവായിട്ട് വന്നോളെന്ന് പറഞ്ഞ അടിക്കും. സ്കൂളിൽ പോകാൻ പറയും. ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ 10 വെട്ടി മുട്ടിനടിക്കുക. ഭയങ്കര കോൺഫിഡൻസ്. ഇപ്പൊ ആ ഒരു വീഡിയോന്റെ കണ്ടന്റ് പറയാൻ പറഞ്ഞപ്പോ പേഴ്സണാലിറ്റി മാറി. സൂപ്പർ. അതല്ലേ ചേച്ചി ഈ പ്രായത്തിൽ ഒരു അവാർഡ് മേടിച്ചിരുന്നിരിക്കുന്നത്? സത്യം. നമ്മുടെ ഇവിടെ അവാർഡ് കിട്ടിയിട്ട് എന്നാ തോന്നി? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന്. പിന്നെ ഓൾറെഡി ഞാൻ കോമഡി മാസ്റ്റേഴ്സ് എപ്പോഴും കാണാറുണ്ട്. നിങ്ങളെല്ലാവരും കാണണം എന്ന് വെച്ചിരുന്നതാണ്. പിന്നെ അമൃത TVയുടെ വകയായിട്ട് ഈ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടുകാർ, ജയകൃഷ്ണൻ സാറ്, എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നിങ്ങോട്ട് വിളിച്ചതിൽ ഒരുപാട് താങ്ക് യു ഉണ്ട്. വിചാരിച്ചില്ല. നന്ദിയുണ്ട്. ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കണ്ടന്റുകളൊക്കെ കാണാറുണ്ട്. ശരി, നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? കോണ്ടന്റ് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ചെറിയ കുസൃതി ചോദ്യം സെറ്റ് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വെറുതെ വന്നാൽ ശരിയാവില്ലല്ലോ. കോമഡി പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? ചോദിക്കട്ടെ? ആദ്യത്തെ ചോദ്യമാണ്. ഒരു മരത്തില് 5 കിളികളുണ്ടായിരുന്നു. അപ്പോ ഒരു വേട്ടക്കാരൻ വന്നിട്ട് അതിനകത്ത് ഒരു കിളീനെ വെടിവെച്ച് കൊന്നു. ഒരു കിളീനെ വെടിവെച്ച് കൊന്നു. അപ്പൊ ബാക്കി ആ മരത്തില് എത്ര കിളികളുണ്ടാവും? ബാക്കി സാധാരണ അങ്ങനെ വെടിവെച്ച് കേട്ടാൽ പക്ഷികൾ അവിടെ കൂട്ടം കൂടി നിൽക്കാറില്ല, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. അപ്പൊ എന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നോ കിളി there. കിളി പാറുന്നൊരു കറക്റ്റ് ഉത്തരം. ശരിയാ. അല്ല, ആ ലെവൽ ആൾക്കാർക്കുള്ളതായി. ആ പോയ കിളിയില്ലേ, 4 കിളി പോയില്ലേ? ഇതിനൊരു കിളിയെ പോയി. ബാക്കി വേറൊരു മരത്തില് ഇതേ വേട്ടക്കാരൻ തന്നെ വന്നിട്ട് അതിനകത്ത് ഒരു കിളീനെ വീണ്ടും വെടിവെച്ച് വന്നു. അപ്പൊ ആ സൗണ്ട് കേട്ടിട്ട് 5 കിളികളുണ്ടായിരുന്നു, ഒരെണ്ണത്തിന് വെടിവെച്ച് വന്നു. ബാക്കി 3 ആ ഇത് സൗണ്ട് കേട്ടിട്ട് പറന്നുപോയി. ബാക്കി ഒരെണ്ണം മാത്രം അവിടെ ഇരുന്ന്. എന്താ കാരണം? അത് ചത്ത കിളിയായിരുന്നു. ആദ്യം വെടികൊണ്ട് ചത്ത കിളി. വേറെ മരം. അല്ല, ആ കിളി എയർപോർട്ട് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നായിട്ടായിരിക്കും കിട്ടിയത്? ഇല്ല, മെഡിക്കൽ ഞാൻ പൂജ നമ്പർ എടുക്കും. അത് ശരിയാ. അടുത്ത ക്വസ്റ്റ്യൻ ശ്വേത ചേച്ചിനോടാണ്. വേറെ ആരും പറയല്ലേ? എന്നോട് ഒന്നും ചോദിച്ച കാര്യമില്ല. എന്റെ എപ്പോഴും കിളി പോയിരിക്കുകയാണ്. ചെറിയ ചോദ്യ. ആദ്യം നിങ്ങളാരും പറയരുത്. ഇപ്പൊ ഇല്ല, ചോദിച്ചിട്ട് അറിയില്ലെങ്കിൽ പറയാം. ഒരാന ഒരു ദിവസം. അപ്പൊ എന്റെ സൈസിനെ പറ്റിയാണല്ലേ ഇത്? അയ്യോ, അല്ല, അത് വേറെ ആന. അങ്ങനെ വേറെ ഡിഷ് ശരിക്കുള്ള ആന. ആ ആനയുടെ മുന്നില് ഒരു 10 ആപ്പിൾ കൊണ്ട വെച്ചു.
അതിനകത്ത് 5 എണ്ണം മാത്രം ആ ആന തിന്നു, ബാക്കി 5 എണ്ണം തിന്നില്ല. അതിനുള്ള റീസൺ എന്താ? വേറെ ആരും പറയരുതേ. അതിനുള്ള റീസൺ എന്താ? 5 എണ്ണം തിന്നില്ല, അവൻ ഡയറ്റിലാവും എന്റെ പോലെ. അല്ലല്ല, അറിയില്ലടാ. ഞാൻ പറയട്ടെ, 5 ആപ്പിളും മറ്റേ 5 ആപ്പിൾ ഫോണായിരുന്നു. നോ 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 നോ, പ്ലാസ്റ്റിക് ആപ്പിൾ, പ്ലാസ്റ്റിക് അതന്നെ പ്ലാസ്റ്റിക് ആപ്പിൾ. 5 എണ്ണം ശരിക്കും ഉള്ളത്, 5 എണ്ണം പ്ലാസ്റ്റിക് ആപ്പിൾ. എവിടെ നീട്ടി? അറിയാതെ പറഞ്ഞു പോയതാണ്. ഇവിടെ എല്ലാരും അറിയണം. അല്ല ശരിയാ, കറക്റ്റാ. 5 ആപ്പിൾ പ്ലാസ്റ്റിക് ആയിരുന്നു. ഞാൻ പറയുമ്പോ ഇവിടെ എനിക്കൊരു കയ്യടി പോയി. വേറൊരെണ്ണം ഉണ്ടേ. അല്ല അതിന്റെ തന്നെ ബാക്കി കേട്ടാ. പിറ്റേ ദിവസം ഈ ആന ഒരാനയ്ക്ക് കൊണ്ടുപോയിട്ട് 10 ആപ്പിള് കൊടുത്ത്. പക്ഷെ ആ 10 ആപ്പിൾ ആന തിന്നില്ല. കാരണം എന്താ? 10 പ്ലാസ്റ്റിക് ആപ്പിളായിരുന്നു. അല്ല 10 ആപ്പിൾ അല്ലേ? അല്ല, 10 എണ്ണം കൊടുത്തു. കഴിക്കത്ത് എന്താ വെച്ചാലും അതിന് ആ ദിവസം പറ്റിച്ചില്ലേ, ആ സങ്കടത്തിലൊന്നും അല്ല, ഡിപ്രഷനാ? ഡിപ്രഷൻ ആയി. അല്ല, ആ ആന വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ ആപ്പിൾ എന്താ? സോറി, നീ വിചാരിച്ച അകത്ത് മുട്ട വെച്ച ആപ്പിളെന്നാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആന ജീവനുള്ള ആനയാണോ? അല്ല ഞാൻ പറയാം, എനിക്ക് കിട്ടി. ആന പ്ലാസ്റ്റിക് ആയിരുന്നു. ഇതെന്തെല്ലാം പറഞ്ഞേ. ഞാൻ ഇത് ഇവിടെ എന്റെ തല ഇടിച്ച നോബി, നമ്മളെന്തിനു നീ എന്ത് കൂടെ പറ്റി? എന്തോ ഞാൻ ഈയിടെയായിട്ട് PSC പഠിക്കുന്നു. മതി മതി, ഇനി ഇതുമേ പിടിച്ചു പോയാൽ നമുക്ക് ഇനിയും വേറെ കൗണ്ടേഴ്സും കാര്യങ്ങളും കിട്ടും. എനിവേസ് അൻസു, വെൽക്കം ടു കോമഡി. നമ്മുടെ കൂടെ ഇരിക്കുക, ചിരിക്കുക. അൻസുവിന് ഇന്ന് ഒഫീഷ്യലി ഇതേ അവിടെ അവരുടെ കൂടെ നീ എവിടെ ഇരിക്കും? നീ എവിടെ ഇരിക്കും? എനിക്ക് എന്റെ പിള്ളേരുണ്ടാ, ഞാൻ എന്റെ പിള്ളേരുടെ അടുത്ത് പോകും. ജനം ആഗ്രഹിച്ചത് ഇത് അല്ല, അങ്ങനെ സ്കിറ്റ് കാണാം. അപ്പൊ നമ്മള് ചൂടോടെ സ്കിറ്റ്. എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന്. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അയ്യോ, അമ്മച്ചി രാഹുൽ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ നീ എല്ലാവരുടെയും കൂടെ ചേർന്ന് എന്നെ 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 എങ്ങനുണ്ട്? എന്താ എങ്ങനുണ്ട്? ഞാൻ സംവിധാനം ചെയ്ത് ഇവർ അഭിനയിച്ച സിനിമ എങ്ങനെയുണ്ടെന്ന് ഒരു സംവിധായകനായി ഞാൻ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? പ്രേക്ഷകനായി നിങ്ങൾ പറയണം എങ്ങനെയുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അതാണ് കാര്യം അറിയാമോ, എന്റെ വീട്ടിൽ വെച്ചല്ലേ ഷൂട്ട് ചെയ്തത്. അതെ, ഇവിടെ വെച്ച്. അതെ.
90% ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെതായ ഒരു ഐശ്വര്യമുണ്ട്. എന്തോന്ന്? അതിൻ്റെതായ ഒരു ഐശ്വര്യമുണ്ട്. ഇവിടെ ഐശ്വര്യമുണ്ട്. നിന്റെയൊക്കെ സിനിമയുടെ ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കാണിച്ച് എന്നിട്ട് ആൾക്കാർ പറയുന്ന അറിയാമോ? എന്തോന്ന്? ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരും വരാറില്ല. രാത്രി 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരും പോവാറില്ല, അറിയാമോ? ഹലോ മിസ്റ്റർ, അതെന്റെ ക്രിയേറ്റിവിറ്റിയാണ്, ഒറിജിനാലിറ്റിയാണ്, അതെന്റെ ഡയറക്ഷൻ എന്ന് പറയാം. നിന്റെ ഡയറക്ഷൻ. അതുകൊണ്ടൊരു കാര്യമുണ്ട്. എന്ത്? നീയൊക്കെ ഇന്ന് രാത്രി ഇവിടെ താമസിക്കും, നേരം വെളുത്തിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. അയ്യോ, അത് പറ്റൂല. എങ്ങനെ? അത് പറ്റൂല. അതേ സംഭവിക്കൂ. ഇന്ന് രാത്രി നീയൊക്കെ ഇവിടെ നിൽക്കും, നേരം വെളുക്കും പോവും. ഇതിന്റെ ഇടയിൽ രാത്രി 12 മണിക്ക് ലൈവ് വിടും. എന്തോന്ന്? ഇവിടെ പ്രേതശല്യം ഇല്ലാന്ന് നാട്ടുകാർ അറിയാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അതെ 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 സുഹൃത്തേ, നിങ്ങൾ കുറെ നേരമായിട്ട് നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നു. നിങ്ങളൊരു കാര്യം കേരളം അറിയപ്പെടുന്ന ഒരു ആക്ഷൻ ഹീറോയുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. എന്റെ ആരാധകരറിഞ്ഞാൽ നിങ്ങളുടെ ഊപ്പാട് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4, 3, 7 വരെ എനിക്ക് എന്താ വിഷയം? അതാണ് നിന്റെ ഫാൻസ്. 4, 3, അതല്ല നിന്റെ ഫാൻസ്. ഒറ്റ ആടി നിന്റെ അഭിനയം. ഇതാണ് നിന്റെ അഭിനയം. ഒടുക്കത്തെ ഈ കാരണം എന്റെ വീടല്ല, നീ വിൽക്കാനോ വാടക കൊടുക്കാനോ പറ്റുന്നില്ല. ഇപ്പൊ എന്തോ ചെയ്യൂന്ന് പറ. ഇപ്പൊ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങൾ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. കിഡ്നാപ്പാ? കൊളാബുണ്ടോ? എനിക്ക് കോസ്റ്റ്യൂം കോട്ടേഴ്സ് വിളിച്ചു പറയാനാ. പൊന്നു കൊച്ചേ, നിന്നെ തട്ടിക്കൊണ്ടുവന്ന് അടച്ചിട്ടേക്കോണം, അതുപോലും പറഞ്ഞാൽ മനസ്സിലാവും. അത് പറഞ്ഞ മനസ്സിലാവാത്തോണ്ടല്ലേ. ഇത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോ സോഷ്യൽ മീഡിയയും അല്ലാത്തവരും എല്ലാരും മുഴുവൻ ഇതിന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ നല്ല കോസ്റ്റ്യൂം ഇട്ട് വേണ്ടേ പുറത്തേക്ക് പറഞ്ഞു വിടാടാ. അല്ലല്ല, അത് മാത്രമല്ല, ഇവിടെ രക്ഷിക്കാൻ മേജർ മഹാദേവൻ പരിപാടി തോക്കുമ്പോ. ഞാൻ ഒരു കാര്യം പറയാം. എന്തൊക്കെയായിരുന്നാലും ഇന്നത്തെ രാത്രി നിങ്ങളുടെ കഴിയുന്നു, നേരം വെളുക്കും പോകുന്നു. കേട്ടല്ലോ? ചാടിപ്പോവാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഞാൻ അകത്തുനിന്ന് പൂട്ടി താക്കോല് കയ്യിൽ വെച്ചു. ഹലോ മിസ്റ്റർ, ഈ താക്കോലൊന്നും വെച്ച് പേടിപ്പിക്കണ പരിപാടി എന്റെ അടുത്ത് ഇറക്കല്ലേ. ഏട്ടാ, ഇത് എങ്ങനെ ഇടിച്ചു വാങ്ങിക്കണോന്ന് എനിക്കറിയാം. അവളെ കരോട്ടക്കാരിയാണ്. പഠിച്ചിട്ടുണ്ട്. കുംഭു കരാട്ടയും എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ നിക്കണത്. ഒരു സ്റ്റെപ്പ് കാണിച്ചോളൂ. ഒരു സ്റ്റെപ്പേ കാണിക്കാവൂ. പേടിച്ചു ഒറ്റ സ്റ്റെപ്പേ. ഞാനൊരു കാര്യം പറഞ്ഞു. താക്കോല് കയ്യിലിരുന്നാലല്ലേ നിങ്ങൾ എടുക്കുള്ളൂ. അതെ, ദൂരെ എറിഞ്ഞ് എടുക്കില്ല. താക്കോൽ എവിടെയാടാ? വിഴുങ്ങാ പനിയിലെ ഗുളികേ. ഇത് ഈ താക്കോലേ നേരം വെളുക്കുമ്പോ തരാം. അത് ഞാൻ വിചാരിക്കണം. എന്റെ ദൈവമേ, എനിക്ക് എന്താ കാന്തം വെച്ച് പിടിക്കണ? ഇല്ല, താക്കോല് പിടിച്ചു വെക്കണ വയറ്റിലോട്ട് കൊണ്ടുപോയി. അയ്യോ, മിക്കവാറും എന്റെ വൻകുടലിൽ പൂട്ട് വീണാണ്. ഇന്ന് രാത്രി നിങ്ങളിവിടെ കിടക്കും, നേരം വെളുക്കും പോവും. രാത്രി 12 മണിക്ക് ലൈവ്. ഓക്കെ, അറിയാമോ? എന്റെ ഫോൺ എന്റെ ഇരിക്കണം. നിന്റെ ഫോൺ ഇവിടെ ലൈവ് 12 മണിക്ക്. ചേട്ടാ, സംവിധായകനും ഡയറക്ടറെ എന്ന് വിളിച്ച പാവം തന്നെ വേറെ ഒന്നും വിളിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ എന്നോട് വന്ന് ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ ക്രിഞ്ച് ലവ് സ്റ്റോറി എന്നല്ലേ പറഞ്ഞത്? അതെ. ഞാനൊരു പൂക്കി കാമുകൻ എന്നല്ലേ പറഞ്ഞത്? ഒരുപാട് ഹ്യൂമർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് ഈ ഹ്യൂമർ സിനിമ എങ്ങനെ ഹൊറർ പടമായി? പറഞ്ഞു തരാം, ന്യായമായ ചോദ്യം. ഇത് ഹ്യൂമർ സിനിമയായിരുന്നു. നീ അഭിനയിക്കുന്നത് എവക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് എവള് കണ്ണുരുട്ടും, എവള് അഭിനയിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് നീ കണ്ണുരുട്ടും. രണ്ടിനും കൂടെ കണ്ണുരുട്ടി എന്റെ ഹ്യൂമർ സിനിമയെ എല്ലാരും കൂടെ ചേർന്ന് ഹൊറർ സിനിമയാക്കി മാറ്റി. എന്റെ കുറ്റം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ക്ലൈമാക്സിൽ സാർ എന്തോ അങ്ങനെ കാണിച്ചത്? ഈ വീട്ടിൽ പ്രേതം ഉണ്ട്, അവൾ ഇവിടെ തന്നെ ഉണ്ടാവും, എന്നിട്ട് ക്ലൈമാക്സിൽ തുടരുന്നും കൂടെ എഴുതി കാണിച്ചു. അയ്യോ, നിന്റെയൊക്കെ അളിഞ്ഞ അഭിനയത്തിനെ അങ്ങനെ ഒരു ക്ലൈമാക്സ് കിട്ടിയതിന് എന്റെ മഹാഭാഗ്യം. ഒരു കാര്യം ചെയ്, ഇവിടെ എല്ലാം കൂടെ പെട്ട് നിൽക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പെട്ട് നിൽക്കണം. എനിക്ക് ഇവിടെ നിന്ന് പോണം സർ. ഞാൻ കുറച്ച് തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണ്, മനസ്സിലായി? എനിക്ക് നാളെ മലേഷ്യയിൽ പോണ ഷൂട്ടുണ്ട്. എവിടെ? മലേഷ്യയിൽ ഷൂട്ടുണ്ട്. എങ്ങനെ? മലേഷ്യയിൽ ഷൂട്ടുണ്ട്. എന്റെ ഈ 2 കണ്ണിലും നോക്കി പറ, എവിടെ? മലയൻകീഴ് ഷൂട്ടുണ്ട്. ഫോട്ടോ ഷൂട്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, എന്തായിരുന്നാലും ഇവിടെ മൊത്തം കുളമായിട്ടിരിക്കുകയാണ്. ഞാനൊരു ഐഡിയ പറയാം. നമ്മളെ കുഴപ്പിക്കാനാണല്ലോ നമുക്കൊരു പണിയാണല്ലോ ഇവൻ തന്നത്. തിരിച്ച് നമ്മളൊരു പണി കൊടുക്കണം. അതായത് ഇവിടെ പ്രേതമില്ലാന്ന് നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രേതമുണ്ട്. പ്രേതമുണ്ടെന്ന് നമ്മൾ ധരിപ്പിക്കുന്നു. ഒരുപാട് ധരിപ്പിക്കൽ കേട്ടോ, ഒരെണ്ണേ ധരിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അതിനു വേണ്ടിട്ട് നമ്മൾ ഈ സിനിമ റീക്രിയേറ്റ് ചെയ്യുന്നു.
അതായത് നിനക്ക് ഇതിനോടകത്തുള്ള വേഷമില്ലേ അത് അതേപോലെ അങ്ങ് അഭിനയിക്കുന്നു. പേയ്മെന്റ് ഉണ്ടോ? അയ്യോ ചാവാൻ നിൽക്കുമ്പോഴാണ് അവളെ കൊടുക്കാത്ത പേയ്മെന്റ് മാത്രമല്ല കാരവാനുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് ഒരു ഇന്നോവ ഒന്ന് വിളിച്ചോണ്ട് വരും. ഞാൻ പറയുമ്പോൾ ഒന്ന് കേൾക്കാവോ? ഇവിടെ നിന്ന് രക്ഷപ്പെടണോ വേണ്ടേ? അപ്പൊ അതുപോലെ അങ്ങ് അഭിനയിച്ചാ മതി. ഓക്കെ ആണല്ലോ? നീ അവനെ വിളിക്കണം, നീ അഭിനയിച്ചോണം. നിന്നോ? റെഡിയാണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. സാറേ ലുക്ക് എവിടെ? ഈ ഇവിടെ മൊത്തം ലുക്ക് തന്നെ മനസ്സിലായോ നിനക്ക്? ചെയ്തോ ചെയ്തോ, വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. എന്തരങ്ങാ നിൽക്കുന്നത്? ആക്ഷൻ പറയണം. അയ്യോ ഈ സമയത്ത് തന്നെ നിനക്ക് ആക്ഷൻ പറയണല്ലേ? വരുള്ളൂ. ശരി ശരി ആക്ഷൻ. വിളിയടാ അണ്ണാ. അയ്യോ ഇതിന് വിളിക്കണേണ്ട, അവൻ വരണം. വിളിയടാ അങ്ങോട്ട്. നടിക്ക് കൂടി, നടിക്ക് കൂടി, കൂടി. സത്യം അടുത്ത് പോരുത്, അടുത്ത് പോരുത്. തൊടല് കടിക്കും. സംഭവം അറിയാമോ? ഈ ആടലോടകവും ഉപ്പിട്ട് ആവി പിടിച്ചാ മതി, അപ്പം മാറും. വലിവിന്റെ അസുഖല്ലേ കൊച്ചിന്? വലിവല്ലേ ഇത്? അല്ല പ്രേതം കൂടിയതാണോ? ഞാൻ പ്രേതമാണ്. ഇതാണ് പ്രേതം. വേറെ കിടക്കില്ല കേട്ടാ. രാത്രി 12 ലൈവ് ഇടണം, എന്റെ വീട് നിൽക്കണം, മനസ്സിലായോ? നോക്കാൻ പറ്റിയ ആണെങ്കിൽ ഇവിടെ കിടന്നു. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം. എനിക്ക് സേലത്തല്ല മാമിയുടെ വീട്ടിൽ പോകണം. മാമിയിലോട്ട് സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കണത് ഇവിടെ എങ്ങനെ വെച്ചാ പോരെ? മര്യാദക്കാണെങ്കിൽ മര്യാദ കേട്ടല്ലേ? ഓ രാത്രി 12 മണിക്ക് ലൈവ് ഓനാൻ പറ്റി കാണിക്കാൻ അടുത്ത്. സാറേ എന്തെങ്കിലും ചെയ്യ് സാറേ. എന്റെ കയ്യിൽ നല്ലൊരു സംഭവം, അത് ഞാൻ വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്യാം. നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാ മതി. അതായത് ഇങ്ങോട്ട് വാ. ഓക്കെ ആണല്ലോ? ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തോളാം. ഓ വിളിച്ചോ വിളിച്ചോ. നീ എന്ത് മിണ്ടാ നിക്കണത്? ആക്ഷൻ പറ. എന്റെ പൊന്നെ ആക്ഷൻ. അയ്യോ ചേട്ടാ, ചേട്ടാ സംവിധായകനെ സംവിധായകനെ കാണാനില്ല, സംവിധായകനെ കാണാനില്ല ചേട്ടാ. ഡയറക്ടറിനെ കാണാനില്ല ഏട്ടാ, ഡയറക്ടറിനെ കാണാനില്ല ഏട്ടാ. ചേട്ടാ സംവിധായകനെ കാണാനില്ല ചേട്ടാ. എന്താണ് ഇവിടുത്തെ വിഷയം? സംവിധായകനെ കാണാനില്ല ചേട്ടാ. സംവിധായകൻ കാണാനില്ല. പുള്ളി എവിടെ പോയി കാണും? ഇല്ല, ഇവിടെ എവിടെയൊക്കെ ഞങ്ങൾ നോക്കി കാണാനില്ല ചേട്ടാ. സംവിധായകോ? ഇല്ല ഇല്ല. സംവിധായകോ? ഇല്ല ഇല്ല. എവിടെ? ഇല്ല. ഒരു കഥയാണ് കേട്ടോ. അപ്പൊ ഈ കൊട്ടാരത്തിൽ ഒരു കുമാരി ഉണ്ടായിരുന്നു, ധാത്രി തമ്പുരാട്ടി. തമ്പുരാട്ടി അടങ്ങ്. ധാത്രി തമ്പുരാട്ടി. ഈ ധാത്രി തമ്പുരാട്ടിക്ക് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. അപ്പൊ പാട്ടുപാടി മഴ പെയ്ക്കുന്ന കണ്ടിട്ട് ഇവർക്ക് കൊതി മൂത്തിട്ട് ഒരേ നിർബന്ധം, എന്റെ പൊന്ന് തമ്പുരാട്ടി അപ്പം മൂത്തിട്ട് ഇവര് പറഞ്ഞ് ഞാൻ ഡാൻസ് കളിച്ച് മഴ പെയ്പ്പിക്കും. അങ്ങനെ ഡാൻസ് കളിച്ചു, മഴ പെയ്തു. എല്ലാവരും പറഞ്ഞു തമ്പുരാട്ടി മഴ വീണ് നിർത്താന്ന്. ഇവര് നിർത്തിയില്ല. അവസാനം ഒരു മിന്നലും ഒരു ഇടിയും ഒരു പുകയും. ആ കൈയിരിക്കണ ചെലങ്ക അത് മാത്രമേ ബാക്കി വെച്ചോളൂ. തമ്പുരാട്ടിയെ പിന്നെ കാണാനേ ഇല്ല. അതുകൊണ്ട് ഈ ചെലങ്ക ആരെടുത്താലും അവരുടെ ദേഹത്ത് തമ്പുരാട്ടിയുടെ ബാധ കൂറും. ഡയറക്ടറുടെ ദേഹത്ത് തമ്പുരാട്ടിയുടെ ബാധ കയറിയിരിക്കുകയാണ്. ആരും പോവരുത് കേട്ടോ. ഞാൻ നൃത്തം ചെയ്ത് മഴ പെയ്പ്പിക്കാൻ പോവാ. എല്ലാരും ഇവിടെ ഉണ്ടാകണം. ഉണ്ടാവോ? 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 എടാ മുതുക്ക് കൂത്താട്ടം കാണിക്കരുത്, മനസ്സിലായോ? നീ ഒരു സംവിധായകനാണ്. ഉണ്ടാക്കിയ കഥ എന്റെ അടുത്ത് പറയരുത്, കേട്ടല്ല? നിനക്ക് 2 പിള്ളേരല്ലടാ, ചിന്നും മിന്നും. അവരുടെ സ്കൂളിൽ PT മീറ്റിംഗിന് പോണ്ടേ? പോണം, പ്രസിഡന്റാണ്. നാണക്കേടല്ലേ? നാണക്കേടാണ്. മര്യാദക്കാണെങ്കിലും മര്യാദ, കേട്ടല്ല? രാത്രി 12 മണിക്ക് ലൈവ് വിടണം. ഓ കേട്ടാ? ഓ ഫോൺ എടുക്കാൻ പറഞ്ഞത് എടുത്തോണ്ട് പറഞ്ഞു. ഓ ലൈവ് ഇടണം പറഞ്ഞ ഫോൺ അവിടെ അത് എടുത്തോണ്ട് വരുന്നത് പറഞ്ഞല്ലോ. എന്നാലേ ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഫോൺ കൈ കെട്ടിട്ട്. ഓ ലൈവ് 12 മണിക്ക്. ഓ രാത്രി 12 ലൈവ് ലൈവ് ഇടും. ഓക്കെ ലൈവ് ഇടും. ഓക്കെ ഓക്കെ. പ്ലാൻ എയും പൊളിഞ്ഞു, പ്ലാൻ ബിയും വട്ടത്തിൽ പൊളിഞ്ഞു. ഇനി വേറൊരു സംഭവം ഉണ്ട്. എന്തോന്ന്? നമ്മളെ 3 പേരും എന്ത് ചെയ്താലും അവൻ പേടിക്കൂല. അങ്ങനെ അവൻ പേടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു ആർട്ടിസ്റ്റ്. നമ്മള് 3 പേര് വന്ന് പെട്ടാൻ പുറത്ത് പുറത്തുനിന്ന് ആൾക്കാരെ കൂടെ കയറ്റിക്കൊണ്ട് വാങ്ങി. ഇത് ഞാൻ പറയുന്ന ആദ്യം കേട്. അങ്ങനെ 3ാമതൊരാൾ വന്ന് നല്ല രീതിയിൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ പേടിക്കും. ഇവൻ പേടിച്ചാൽ നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. ഓക്കെ ആണല്ലോ? അതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ ഇവിടെ പലരും ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. നമ്മളെ മനു, നമ്മളെ സിനിമയുടെ കൺട്രോളിൽ മനു, അവനെ വിളിച്ചേ, ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇത് വല്ല നടക്കൂ?
നടക്കുവോ എനിക്കറിഞ്ഞൂടെ നടക്കുമല്ലോ ആ ഫോണൊക്കെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. നിന്റെ കിട്ടിയില്ല, നീ ഇപ്പൊ ലൈവ് പോയിട്ട് നാട്ടുകാരെ വിളിച്ചപ്പോ നമ്മളങ്ങ് രക്ഷപ്പെടുത്തിയല്ലേ. അയ്യോ അതല്ല, ഇതൊരു കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഞാൻ റീച്ച് മേടിക്കുമെന്നാണ് പറഞ്ഞത്. നീ ആര് ശ്രീവിദ്യ മുല്ലച്ചേരിയ പോണ സ്ഥലത്തെല്ലാം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. ശരിയാണ്. എല്ലാം റെഡിയാണ്, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? കുഞ്ഞ് ആർട്ടിസ്റ്റേ ഉള്ളൂ ഫ്രീ ആയിട്ട്, പക്ഷെ നന്നായിട്ട് അഭിനയിക്കും. നമുക്ക് ഈ കുഞ്ഞ് പിശാജ് കുഞ്ഞ് പ്രേതം എന്നൊക്കെ പറയണ്ടേ, ആ സെറ്റപ്പിൽ നടിച്ചാലാ. അനബല്ല അതേപോലെ ഈ കൊച്ചു നന്നായിട്ട് അഭിനയിക്കും. ഞാൻ കഥ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ചെയ്യുന്നു. അപ്പോ ഞാനൊന്ന് വാഷ്റൂമിലേക്ക് വാഷ്റൂമിൽ പോകുന്നതിന് മറ്റേ ലൈവിന്റെ കാര്യം എന്താണ് കൂടാതെ? അല്ല, ലൈവ് എങ്ങനെ ചെയ്യാം എന്നാലോചിക്കാൻ. സെലിബ്രിറ്റികളല്ലേ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട്. അതെ അറിയാം, പക്ഷെ ഈ ഡയലോഗ്സ് ഒക്കെ ആദ്യം പറയണം, എന്ത് പറയണോന്നുള്ളത്. കുഴപ്പമില്ല, മക്കളെ. കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പാല്. അയ്യോ അയ്യോ, അവിടെ ഒരു കൊച്ചണ്ണായി. അല്ലല്ല, കൊച്ചിക്കണ്. കൊച്ചു നിക്കറല്ല, ഒരു കുട്ടി, പെൺകുട്ടി യക്ഷി പ്രേതം കണ്ട് ഞാൻ പേടിച്ച്. പരിപാടി തുടങ്ങി. അതാ മനസ്സിലായ നമ്മളെ മനു പറഞ്ഞു വിട്ടില്ലേ, ആ കുഞ്ഞ് ആർട്ടിസ്റ്റ് കൊച്ച് മനു പറഞ്ഞു വിട്ടില്ലടാ. പ്രേതമായിട്ട് അഭിനയിക്കണ കൊച്ച്. നീ ഒരു കാര്യം നീ ചെന്ന് വിളിച്ചോണ്ട് ഇവിടെ മനു ഉണ്ടല്ലോ, പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൻ സെറ്റപ്പാണ്, അടിപൊളിയാണ്. ആ ഒരു ആർട്ടിസ്റ്റ് പഞ്ച്വാലിറ്റി ആണ്. കഥയൊക്കെ പറഞ്ഞ റെഡിയായി കാണും. പിന്നെ പിന്നെ വിത്ത് മേക്കപ്പില് ഇതാണ് ഈ ചെറുക്കനടുത്ത് ഒന്നും വിളിച്ച് പറയാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വൻ സെറ്റപ്പായിട്ട് വന്നളെ. മോളെ ആ മനുവങ്കളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ മോളങ്ങ് ചെയ്താൽ മതി. ചുമന്ന കളർ ഷർട്ട് ഇട്ട നങ്ങറി വരുമ്പം അങ്ങേരെ വേണം പേടിപ്പിക്കാൻ. പേടിപ്പിച്ചിട്ട് ഇവിടെ കിടന്ന് അതെ അതെ കേട്ടല്ല? ഓക്കെ അല്ലേ? ഓക്കെ റെഡിയാണല്ലോ. ഞാൻ നോക്കാം. ആക്ഷൻ നിന്റെ നേരത്തെ പറഞ്ഞാൽ തുടങ്ങി. അയ്യോ ചേട്ടാ, ചേട്ടാ പ്രേതം, ചേട്ടാ ചേട്ടാ പ്രേതം, ചേട്ടാ അങ്ങോട്ട് നോക്ക്. പ്രേതം പ്രേതം ചേട്ടാ, ചേട്ടാ പ്രേതം. അടുത്തോട്ട് പോണ്ട, അടുത്തോട്ട് പോണ്ട. അയ്യോ എന്തോ നടന്നേ, നീയൊക്കെ മൂന്നും പെട്ട് ആ കൊച്ചിനെ കണ്ട് പെടുത്തിച്ച എന്ത് കഷ്ടം ആലോചിക്കണം. മോളെ നാളെ സ്കൂളിൽ പോണ്ടില്ലേ? രാത്രി എങ്ങനെ വന്നു ഇവിടെ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രാത്രി 12 മണിക്ക് ലൈവ് ഇടേണ്ടതാണ്. നിങ്ങളുടെ കൂത്താട്ടം കാണിക്കാനുള്ള സ്ഥലമല്ല കേട്ടല്ലേ. ഇതൊക്കെ പ്രേതം കഷ്ടം തന്നെ. നീയൊക്കെ പ്രേതം പോലും പ്രേതം. രാത്രി തമ്പുരാട്ടി ഇതും പൊളിഞ്ഞു. അയ്യോ പ്രാതം പ്രാതം. അയ്യോ ഇവിടെ ഇത് കണ്ട്. അയ്യോ പ്രാതം പ്രാതം ഓടിക്കോടാ. അയ്യോ അല്ല, വിഴുങ്ങിയ താക്കോല് വന്നു. എനിക്ക് എങ്ങനെയാണെങ്കിൽ എടുത്തോ. അവന്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെ കൊണ്ടുവന്നു. പണ്ടേ താങ്ക്സ് അതിൽ പേടിച്ചു. അവന് നന്ദി പറയട്ടെ. ഒരിക്കലും മോളെ സൂപ്പറായിട്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത കഥയെക്കാളും ഗംഭീരമായി കളഞ്ഞേട്ടാ. ആ മനു സൂപ്പർ. നീ പറഞ്ഞു വിട്ടോ. ഇത് 2 പേരെന്താടാ പറഞ്ഞു വിട്ടത്? 2 തകർത്ത് കളഞ്ഞേട്ടാ. താങ്ക് യൂടാ, താങ്ക് യു. മനു പറഞ്ഞു വിട്ടില്ലേ ആർട്ടിസ്റ്റ്, കോതമംഗലം സ്റ്റാൻഡിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് പിന്നെ 2 ആര്? നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ആകപ്പാട് നാട്ടുകാർക്ക് പറയാനുള്ള ഒരു ഒറ്റ പരാതിയേ ഉള്ളൂ. പ്രോഗ്രാം തുടങ്ങിയ തീരുന്നത് വരെ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പുന്നുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത ടീം നമ്മളെ ചിരിപ്പിക്കാൻ വരാനായിട്ട് റെഡിയാണ്. സജീവേട്ടൻ, രാധിക ചേച്ചി ആൻഡ് മനോജ് ഏട്ടൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അവിടെ ഇരിക്കുന്ന എലീനെ പിള്ളേർ റെഡിയാണോ? നമ്മുടെ അൻസും കുട്ടി ടീമുകൾ റെഡിയാണോ? അൻസും
ശ്രുതിക്കുട്ടി, നമുക്കിവിടെ ഒരു ബാറ്ററിയുടെ കീഴ്വഴക്കുണ്ട്, അറിയാലോ അല്ലേ? അറിയാം. അതെ, നമ്മൾ ചിരിക്കുന്നതിനോടൊപ്പം ചാർജ് ആവുന്ന ബാറ്ററി. ആ ബാറ്ററി ചാർജ് ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചേട്ടന്മാരുടെ ഒക്കെ കഷ്ടപ്പാടിന് കാശ് കിട്ടുന്നത്. സോ നമുക്ക് ഈ ഒരു സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ശ്വേത ചേച്ചിയുടെ പറഞ്ഞ ബാറ്ററി ഓൺ ചെയ്താലോ? നമുക്ക് ഒരുമിച്ച് പറയാം. ശ്വേത ചേച്ചി ബാറ്ററി ഓൺ ചെയ്യൂ എന്ന് പറയാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ശ്വേത ചേച്ചി ബാറ്ററി ഓൺ ചെയ്യൂ. ബാറ്ററി ഓൺ. നമ്മുടെ ബാറ്ററി ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്ന് അടിച്ച് പൊളിച്ച് ചിരിച്ച് മറിഞ്ഞിട്ട് വരാം. ഓക്കെ, ബോക്സിംഗ് രംഗത്തെ പുത്തൻ താരോദയം, പുതുതലമുറയുടെ രോമാഞ്ചമായി മാറിയ മണ്ണുകുണ്ണാഞ്ചൻ അല്ല മണവാളൻ ഇതാ ഇടിക്കൂട്ടിലേക്ക് എത്തുന്നു. ആദ്യമായിട്ടാണോ കസേരയിലോട്ട് ഇരിക്കുന്നത്? സുഖം. ഞണ്ടിറുക്കുമ്മയോ? തലയിലിടുന്ന ആന്നോടെ എടുത്ത് മൂട്ടിലിടുന്നത്. മൂട് വെക്കേണ്ട അടുത്താണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. മാറ്റം ഇടുന്ന മണവാള എന്റെ ഇടി കൊണ്ട് ചാവേണ്ടവർക്കെല്ലാം കയറി വരാം. വരുമ്പോ കൂട്ടമാ വരാതെ സിംഗിൾ താൻ വരേ. ഇങ്ങനെ കെട്ടാനാന്ന വൈദ്യര് പറഞ്ഞത്. നന്നായിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടണം, എന്നാലല്ലേ ഇന്നലെ ഒടിഞ്ഞു പറഞ്ഞ കൈ നേരെ ആവത്തുള്ളു. സുരേഷ് കെട്ട്. എന്താ എനക്ക് വയ്യേ? എന്റെ ഈ വിരല് മടങ്ങത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ. ചൂണ്ടിക്കാണിക്കുന്നേ തേങ്ങാക്കൊല. എന്റെ ഉമ്മ ഒടിഞ്ഞ കൈക്കകത്ത് പിടിച്ച് ചെക്കാതെ. എടാ, ഒരു ഉമ്മയ്ക്ക് മോനോട് പറയാവോന്ന് എനിക്ക് അറിയത്തില്ല. ആടിനെ വിഴുങ്ങിയ ഞാൻ കൊരവള്ളിക്ക് ഒരു കുത്ത് കിട്ടിയതാ. ശബ്ദം മാറും. നിങ്ങൾ കാര്യം പറയുന്ന അങ്ങോട്ട്. അനക്ക് 30 വയസ്സായില്ലേ? കല്യാണക്കാര്യം പറഞ്ഞു വരികയാണോ ഉമ്മ? അല്ല, എന്റെ പൊന്ന് ചെറുക്ക, ഈ നാട്ടുകാരെ നീ ചളുക്ക് മേടിക്കുന്ന ഒന്ന് നിർത്താറായില്ലോടാ. ആവശ്യമില്ലാത്ത പറയരുത്. ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഞാൻ സ്വർണ്ണ മാറ്റം ഇറങ്ങിയത് അറിയാവോ? അയ്യടാ, 500 രൂപയും കൊടുത്ത് അറിയാൻ വയ്യാത്ത പിള്ളേരെ റിങ്ങിനകത്ത് കയറ്റിയിട്ട് ഇടിച്ച് സ്വർണം മേടിക്കുന്ന പോലെ അല്ല. നല്ല ബോക്സിംഗ് അറിയാവുന്നോടെന്ന് സ്വർണം മേടിക്കുന്നത്. ചുമ്മാ ഇറങ്ങിയിരിക്കുമ്മ. അറിയാൻ മേത്തോണ്ടാ ഇപ്പഴും ഇല്ല മൂക്കളെ ഒലിപ്പിച്ച് വള്ളി നിക്കർ വിട്ട് കിടക്കുന്ന ചെറുക്കനാണ് ഉമ്മ വിചാരിക്കുന്നത്. ഉമ്മ, ആ വള്ളി നിക്കറിന്റെ കാര്യം കഴിഞ്ഞേ. വള്ളി നിക്കറിന്റെ കാര്യം കഴിഞ്ഞു. ഇപ്പൊ പെങ്ങടെ പെറ്റിക്കോട്ട് വലിച്ചു കീറി മേളിൽ വിട്ട് ഉപ്പാന്റെ അണ്ടർവെയർ എടുത്ത് താഴെ ഇട്ടോണ്ടാ ഇപ്പൊ നടപ്പ്. ഉമ്മ അങ്ങനെ പറയരുത്. എത്ര പേര് വന്നാലും ഇടിച്ച് താഴെയുള്ള കപ്പാസിറ്റി എനിക്കുണ്ടുമ്മ. അയ്യടാ, കപ്പാസിറ്റിക്കാരന്റെ കിടപ്പ് നോക്കിയാട്ടെ. എന്നാലും പിടിച്ചു വെക്കണേ ഈ ഉമ്മ വരണം. ആ വക്കിമാനെ. ഉമ്മ പഴയതുപോലല്ല. എന്താടാ എന്റെ പിറ മൊത്തവും മസിൽ വെച്ചോന്ന് എനിക്കൊരു സംശയം. നീര് വെച്ചെന്ന് പറയാൻ വയ്യ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തുവാ? ഇന്ന് ഇന്ത്യക്ക് പുറത്തുള്ള നോട്ടാണ് ഞാൻ കൊമ്പ് കോർക്കാൻ പോകുന്നത്. അകത്തൂന്നുള്ള ഇടിയെല്ലാം മേടിച്ചു കൂട്ടി കഴിഞ്ഞു. ഇനി വെളിയ നാളിനെ വിളിച്ചു വരുത്തുക. അടങ്ങിയിരിക്കണേ, എന്താടാ നോവിപ്പിക്കരുത്. മണവാളന്റെ വെല്ലുവിളി നെഞ്ചിലേറ്റിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയുടെ കരുത്തനായ ഗർജിക്കുന്ന സിംഹം ചാച്ചിക്കോ ഇൻ ദക്ഷിണാഫ്രിക്ക. നീ കൈയൊന്നെടുത്തേ. ഒരു കാര്യം ചെയ്യും, ഞാൻ പുള്ളിക്കാരൻ വന്നൊന്ന് ഡൗട്ട് നോക്കിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. Wamani mama bali say man nabi sukwa sequency. Sarchal mi miko hacha riri nita hainatik. Awas you and wakom bali wo suna. എന്റെ പൊന്നുമക്കളെ, നിന്റെ കയ്യിലുണ്ടെ അങ്ങ് കൊടുക്കടാ. അവനവന്റെ നാട്ടിലെങ്ങാനും ചെന്ന് പറയാം നീ അവന്റെ സുന എടുത്തെന്ന്. എടുത്തിട്ടില്ലെന്ന്. Come on ya. മേടിച്ചു തരാമെന്ന് പറ. Come on ya. Fight with me. Come on. Come on. അവൻ സുനയ്ക്ക് വന്നവനല്ല. എടാ, നിന്നെ ഇടിക്കാൻ വിളിക്കുവാടാ. Come on, come on. I will not fight with you. ഉമ്മ, അവന് മലയാള ഭാഷ അറിയത്തില്ല. അതുകൊണ്ട് ഇടിക്കുമ്പോ നമുക്ക് നോവത്തുമില്ല. എനിക്ക് മലയാളം കുറച്ച് അറിയും. ഇടിയും കിട്ടും നോവിയും ചെയ്യും. ഉമ്മ, എന്നെ കാത്തോനെ. ഇപ്പൊ എന്തിനാണ് കാത്തോരൻ? ഇങ്ങനെ കല്ല് മാറ്റാൻ അവനെ പിടിയുമ്മ. എന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത്? എന്റെ പൊന്നു വച്ചേ, അവനെ വെറുതെ എന്തുവാടാ ഇതൊരു വള്ളിക്കെട്ടല്ലോ. ഞാനെങ്ങനെ
എടാ മോനെ അവൻ വെളുത്തു തൊടുത്തിരിക്കുന്നതേ ഉള്ളടാ മൊത്തം നീരും വെള്ളം ആടാ. മാറുമ്മ അല്ല മാറുമ്മ എന്ന് പറഞ്ഞതാ. ഫോണിന്റെ വൈബ്രേഷൻ ഇട്ടിട്ടാണോ തൊഴിവെള്ളം കയറിയത്? അവൻ നെഞ്ചിന്റെ പല കിടിച്ച വയറ്റിനകത്താക്കി കേട്ടോ. എങ്ങോട്ട് ഓടുവാ? ദൈവമേ, ഇത് വള്ളിക്കെട്ടാണല്ലോ. അങ്ങോട്ട് ഓടുവാ? എടാ ഉപ്പുമാവിന്റെ മണി വന്നു, മേടിക്കാൻ പോട്ടെ. കൊള്ളാം, നന്നായി. ഒരു ആഫ്രിക്കൻ സിംഹത്തിന് സ്വന്തം മോനെ തിന്ന ഇട്ട് കൊടുത്തിട്ട് ഉപ്പാന്ന് കേൾക്കുമ്പോ ഓടുന്നു. ഉമ്മ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഉമ്മ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? എന്തിനാളിയാ? മരിപ്പ് വിളിച്ച് പറയാനായിരിക്കും. ബോക്സിംഗ് എന്ന് കേട്ടാൽ എന്റെ രക്തം തിളയ്ക്കും. പറ. ബോക്സിംഗ് എന്ന് കേട്ടാൽ എന്റെ കുഞ്ഞ് രക്തം കവട്ടും. ഇന്നലെ 15 എണ്ണത്തിന് ഊട്ടിക്ക് നേരിട്ടവനാണ് ഈ ചാച്ചിക്കോ. എനിക്കങ്ങനെ എണ്ണാറില്ല. ഫസ്റ്റ് അടിക്ക് തന്നെ ബോധം പോകും. ഹലോ, ഇന്ന് ഈ നേരം അത്ര ശരിയല്ല. അപ്പൊ നമുക്ക് നാളത്തേക്ക് മാറ്റി ഇതൊക്കെ മാറ്റി കയ്യിലേക്ക് കൊടുത്തോണ്ട് പോവാ. അളിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ചാച്ചിക്കോ. ആ, പോയി ചാച്ചിക്കോ. ഞാൻ രാവിലെ വിളിക്കാം. അത് പറ്റത്തുള്ളൂ, അതുകൊണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ആരെ ഇടിച്ചാലും ഇടിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ സമ്മാനം കൊടുക്കും. ചെന്ന് മേടിച്ചോണ്ട് വാടാ. എന്തോന്ന്? എന്തുവാ മേടിക്കുന്നേ? അല്ല്. എങ്കിൽ ചെല്ല്. അയ്യോ, എന്റെ ചെറുകുടലിനെ വലിച്ചു പുറത്തിട്ട്. അയ്യോ, സ്വന്തം മോൻ പ്രാണവേദന കൊണ്ട് ചാവാൻ കൊതുവിനെ അടിച്ചു വന്ന് കളിക്കുന്ന ഉമ്മ നിങ്ങള്. അയ്യ മോനെ, എന്റെ കിടപ്പ് കണ്ടിട്ട് ഉമ്മക്ക് വിഷമം വരുന്നു ഉമ്മ. അല്ല, പശുവിന് കാടി കൊടുത്തില്ല. പുള്ളി വെള്ളം കിട്ടാഞ്ഞിട്ട് മോനെ ഞാൻ അറിയാൻ പശുവിന്റെ കാടി അവർക്ക് ഓർമ്മ. വെള്ളം താഴെ കളവിങ്ങള്. മതി, ഇനി പറ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ആ ജമീലയുടെ മോളുമായിട്ടുള്ള നിക്കാഹ് അമ്മച്ചി എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന എന്തുവാന്ന് വെച്ചാ മേടിച്ചോണ്ട് നമുക്ക് അങ്ങ് പാരുന്നു. പിന്നെ എങ്ങോട്ടോടുവാ? എടാ, ഇത് ഉപ്പുമാവിന്റെ മണിയല്ലയോടാ. അതിന്റെ അടിയല്ല കേട്ടത്. പിന്നെ ഉമ്മ ഇനി വന്നേ. എന്തുവാ? ഈ ജമീലയുടെ മോളെന്നല്ല ഒരു പെണ്ണുമായിട്ട് എനിക്കിന്നൊരു കല്യാണം വേണ്ട. അതെന്താ കാര്യം? ഉമ്മ, കല്യാണം എനിക്കിന്ന് വേണ്ട. എടാ, എന്താ കാര്യം? എന്റെ ഉമ്മ, എഞ്ചിൻ കംപ്ലൈന്റ് ആയ വണ്ടിക്ക് എന്തിനുമ്മ പുത്തൻ ടയറ്. നല്ലൊരു ബോക്സിംഗ് സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ചേച്ചി ആഫ്രിക്കക്കാരന്റെ പുറകെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ചേച്ചി അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ചേച്ചി ഈയിടെ ആക്ഷൻ കോമഡിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എനിക്ക് ആ ശാപം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി ബോഡി ലാംഗ്വേജ് കറക്റ്റ്. ആ ബോക്സിംഗ് റിംഗിന്റെ അടുത്ത് നിൽക്കണ ആ ഒരു ആളുടെ തന്നെ ആയിരുന്നു. ഇന്ന് രക്ഷപ്പെട്ടത് മനോജാണ്. ആരും ഡയലോഗൊന്നും പഠിക്കണ്ട. എന്തെങ്കിലും ആഫ്രിക്കയിലെ 2 വാക്കുകൾ മാത്രം. സുനേം പഠിക്കണം, ചാച്ചിക്കോയും പഠിക്കണം, ബാക്കിയെല്ലാം ഓക്കെ. അല്ല, പക്ഷെ മൂപ്പര് കറക്റ്റ് ആഫ്രിക്കൻ സോങ് ആണ് പാടിയത്. പാടൂ പാടൂ. കറക്റ്റ് ആയിരുന്നോ അത്? പാടിക്കേ. അവിടുന്ന് അവര് പറയുന്നുണ്ടായിരുന്നു, എടാ നമ്മുടെ ബാൻഡിൽ ഇനി നമുക്ക് ഇതും കൂടെ ഇറക്കാം. അപ്പൊ ഒരാഴ്ച കൂടി ആയേ, സെറ്റായി. ശരി, അപ്പൊ നമ്മളെ ഹാപ്പി. സജീവണ്ണ ഭയങ്കര ചേഞ്ച് കേട്ടാ. അതല്ലേ? ഇങ്ങനെ പോയാ മതി കണ്ടാ. ഇങ്ങനെ അങ്ങ് പോയാൽ കൊല്ലം ആരും അറിയരുതല്ലോ. ഓൾറൈറ്റ്, ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? യെസ്. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദുരിതം താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി
24,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി സൂപ്പർ. അപ്പൊ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എനർജി ഭയങ്കരമാണ് ഈ സൈഡിൽ നിന്ന്. അതെ, ആ സൈഡിൽ നിന്നും ആ മോൾ ഇരിക്കുന്നോണ്ട് ഇച്ചിരി ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞ എനർജി കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി. ചേച്ചി ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇലക്ഷന്റെ ചൂടല്ലേ, നമുക്ക് ഒരുമിച്ച് ഒന്ന് വോട്ട് പിടിക്കാൻ പോയാലോ? പക്ഷെ നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് ചിരിയിലൂടെയാണ്. ആയിക്കോട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് മത്സരിക്കുന്നതെന്ന് നമുക്ക് സർപ്രൈസ് ആണ്. അപ്പൊ ഇവിടെ വോട്ട് പിടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് മാമ്പുഴയുണ്ട്, സ്മൃതിയുണ്ട്, സോനയുണ്ട്. അപ്പൊ തന്നെ നല്ല ഒരു ബലമുള്ള ഒരു ടീമായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ബലമുള്ള ടീമിന് വേണ്ടി ബാറ്ററി ഒന്ന് ഓൺ ആക്കി വെച്ച്. ബാറ്ററി ഓണായ സ്ഥിതിക്ക് അവര് വന്ന് വോട്ട് പിടിക്കുന്നു, വോട്ട് നമ്മൾ ചിരിച്ചു കൊടുക്കുന്നു, പിള്ളേർ അടിച്ചൊക്കെ കേറട്ടെ. ഓക്കെ അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് അല്ല ഈ നോട്ട്. സുശീലേ, ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കി. ഈ സോപ്പ് കൊടുത്തിന്നെ. തുണിക്ക് മണം വരുന്ന ലോഷനാണ് നിങ്ങൾ ഇപ്പൊ എടുത്ത് കമത്തിയത്. ഇപ്പൊ വരും. സോപ്പ് വെള്ളം കുടിച്ചിട്ട് MLA വരുമെന്നാ? നിങ്ങൾക്ക് MLA വരുന്നത്? അതല്ലെന്ന്, നമ്മളെ MLA ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരും. എന്തിന് സംഭവം നീ അറിഞ്ഞില്ലേ? നമ്മുടെ വാർഡ് വനിതയായി. അതെന്താ വാർഡ് സാരി എടുത്തോട്ട് ഇങ്ങനെ നിക്കുവോ? അതല്ലെന്ന്, ഇത് വനിതാ വാർഡാണ്. അതിനിപ്പോ എന്താ വേണം? അറിഞ്ഞില്ലേ? നീയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. വിളക്കിനകത്ത് വീണ വണ്ട. അപ്പൊ സൈലന്റ് ആക്കിയ ചേട്ടാ, സ്ഥാനാർത്ഥിയുടെ അർത്ഥം പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്തി, അതാണ് സ്ഥാനാർത്ഥി. അപ്പോഴേക്കും പടങ്ങി പൊക്കളഞ്ഞോള്. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? കാര്യം മനസ്സിലായല്ലോ? ഇല്ല ചേട്ടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എടി, നിന്നെ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ നിനക്ക് എന്തെങ്കിലും അറിയായിരുന്നോ? ഇല്ല. ഇപ്പൊ എത്ര മക്കളുണ്ട്? അത്ര കാര്യേ ഉള്ളു. അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം അങ്ങ് പഠിച്ചോളും. കൈന്നിട്ട് കളിക്കുവാണല്ലേ? 10,000 ലക്ഷം ലക്ഷം പിന്നാലെ ചിന്താവാ ചിന്താവാ എമ്മല്ല കാണിക്ക് ചിന്താവാ 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 എമ്മല്ല കാണിക്ക് ചിന്താവാ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട MLA. ഇത് തെരഞ്ഞെടുത്ത് വിട്ട MLA അല്ല, തെരഞ്ഞെടുത്ത് വട്ടി MLA. നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാ. അങ്ങോട്ട് ചെന്നേ പോലും. സുശീലയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് കേട്ടു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, 4 മക്കളുമായി. ഇനിയിപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ജീവിക്കാം. അല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ലെന്ന് കേട്ടു. അതായിരുന്നോ? ആയില്ല. സുശീലേ, നീ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ കാര്യം പറഞ്ഞത് അതായിരുന്നു. സുശീലയ്ക്ക് അറിയാലോ, ഇതൊരു സംവരണ വാർഡാണ്. എന്ന് വെച്ചാ? സമ്മെന്ന് വെച്ചാ മലയാളത്തിൽ അർത്ഥം എന്തുവാ? രാഘവൻ പറഞ്ഞു കൊടുത്തേ. MLA ജാനകി സിന്ധാവാ. അപ്പൊ അവിടെ അറിയത്തില്ല. കുട്ടി പറയൂ. ലക്ഷം ലക്ഷം പിന്നാലെ. അവിടെ ഒട്ടും അറിയത്തില്ല. ഞാൻ തന്നെ പറഞ്ഞു തരാം. സമ്മെന്ന് വെച്ചാ കുറച്ച്, വരണം എന്ന് വെച്ചാ നമ്മള് പെണ്ണുങ്ങളുടെ കയ്യിലും കുറച്ചൊക്കെ വരണം. അതാണ് ഈ സംവരണം. ഓഹോ, പക്ഷെ എനിക്ക് വലിയ പരിചയമില്ല. അയ്യോ, ഞാൻ ഇവിടുത്തെ MLA. അതല്ല, ഈ വക കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ലാന്ന്. ഓ, ഇതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്കും വലിയ പരിചയമില്ല. അയ്യോ, ഞാൻ ഇവിടുത്തെ MLA. ഈ വക കാര്യങ്ങൾ എനിക്കും വലിയ പരിചയമില്ലെന്ന്. ഓ, ഞാൻ തന്നെ പറഞ്ഞു തരാം. അതായത് ഇന്ന് രാവിലെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഏതാ? ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടിട്ട്. ഭൂരിപക്ഷം ആൾക്കാരും സുശീലയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. ആണോ? ആരൊക്കെ ഉണ്ടായിരുന്നു മീറ്റിങ്ങിന്? ഞാനും നിന്റെ ഭർത്താവും. രാഷ്ട്രമീ മാംസ കേട്ടിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് എവിടുന്നോ ബിരിയാണി കിട്ടുമെന്ന് കേട്ടിട്ട് അവിടെ പോയി പ്രസംഗം കേട്ടിട്ട് വന്നേക്കുവല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലാതെ നിങ്ങളുടെ വായിന്ന് ഇത്രയും കട്ടിയുള്ള വാക്കുകളൊന്നും വരത്തില്ലല്ലോ. സുശീലേ, നമ്മള് സ്ത്രീകള് പുരുഷന്മാരെ പുറകോട്ടാക്കിക്കൊണ്ട് നമ്മള് സ്ത്രീകൾ മുന്നോട്ട് പോണം, മുന്നോട്ട് പോണം, മുന്നോട്ട് പോണം. പുരുഷന്മാർ പുറകോട്ട് പോണം, പുറകോട്ട് പോണം, പുറകോട്ട് പോണം. സ്ത്രീകൾ മുന്നോട്ട് പോണം, പുരുഷന്മാർ പുറകോട്ട് പോണം. നിങ്ങൾ MLA ആണോ അതോ പ്രൈവറ്റ് ബസിന്റെ കിളിയാണോ? ഇതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്ക് വലിയ പരിചയമില്ല. വീണ്ടും മറന്നോ? ഞാൻ ഇവിടുത്തെ MLA. എനിക്ക് ഇതിനെ പറ്റി വലിയ പരിചയമില്ലെന്ന്. ഓ, MLA വിഷമിക്കണ്ട, ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം.
എടി നീ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നീ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അയ്യോ ദൈവമേ, ഈ നാട് ഭരിക്കുന്ന MLA അല്ലേ? 4 വർഷമായില്ലേ ഭരിക്കുന്ന? 4 വർഷമായിട്ട് ഭരണം ഭരിക്കുന്ന എന്റെ പൊന്നി MLA. എനിക്കിതിനെ പറ്റി ഒരറിവുമില്ലേ, തിരിവുമില്ലേ. MLA ഇതിനകത്ത് നിന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് പറഞ്ഞു കൊട്. ഞാനെന്താ നിങ്ങളെയൊക്കെ നാടൻപട്ട് കാണാൻ വേണ്ടിട്ടാണോ ഇവിടെ വന്നേക്കുന്നത്? അയ്യോ, അവൾ ഈ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പാവം പെണ്ണാണ്. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു വന്നപ്പോ നാടൻപാട്ടായി പോയാൽ ക്ഷമിക്കണം. എന്നാ കേട്ടോളൂ. MLA അവളെന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ? ഒരു നാടൻപാട്ടല്ലേ? അത് ചേട്ടൻ പറയാനാന്ന് പറയുന്നത് ദേശക്കാരനൊന്നല്ല, പാവമാണ്. വിഷ്വൽ ഇല്ലാതെ എന്ത് നാടൻപാട്ട്? നാടൻപാട്ട് വരുമ്പോൾ വിഷ്വല് വേണം. എന്നാ പിന്നെ തുടങ്ങിയാലോ? തുടങ്ങിക്കോ. നിന്ന നിപ്പില്ലൊറ്റടിക്ക് 2 നില കെട്ടി, തോട് വെട്ടി പാലം കെട്ടി, കമ്മീഷൻ ഞാൻ കൂട്ടി, കിട്ടിയ പണം ചിട്ടിക്കിട്ട് 10 ഇരട്ടി കൂട്ടി, അതിനിടയ്ക്ക് കോൺട്രാക്ടർ കുട്ടനെ ഞാൻ കെട്ടി. അങ്ങനെ അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവസാനം പറഞ്ഞ വരി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നീ ചെയ്തോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി അതായിരുന്നു. ചേട്ടാ ഇങ്ങനെ വന്നേ. നമ്മളെ ഈ മെമ്പറൊക്കെ ആയി കഴിഞ്ഞാലേ ഈ നാട്ടുകാരുടെ വായിരിക്കാൻ തെറിയെല്ലാം കേൾക്കേണ്ടി വരുവില്ലേ? സുശീലേ, നാട്ടുകാരുടെ ഓരോ തെറിവിളിയും നമുക്ക് ഓരോ ഓർമ്മകളായിരിക്കും. ഇപ്പൊ എന്നെ തന്നെ നോക്ക്, അവർ ഓരോ വട്ടം തെറി വിളിക്കും, ഞാൻ ഓരോ മാല മേടിച്ച് സൂക്ഷിക്കും. അതറിയത്തില്ലയോ? ഇപ്പം കോളേജിന്റെ ഫ്രണ്ടിൽ MLAക്ക് 7 മാലക്കടയുണ്ട്. പിന്നെ ഓരോ മാലയ്ക്ക് ഓരോ വെറൈറ്റി പേരുകളാ. കേക്കണോ? വേണ്ട, ഞാൻ ഊഹിച്ചോളാം. എന്നെ വിളിക്കുന്നതിനേക്കാൾ നല്ല കിടിലം പേരുകളത്. അല്ല ഇനി വന്നൊരു കാര്യം, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉണ്ടോന്നോ? എടി, ഓരോ വികസന പ്രവർത്തനം കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തുവാ? എന്ത്? എടി, നിന്റെ അച്ഛന്റെ പേരെന്തുവായിരുന്നു? നമ്പീശൻ. ആ, അതുപോലെ ഒരു സാധനം കിട്ടും. അത് നമ്പീശൻ, ഇത് കമ്മീഷൻ. കമ്മീഷൻ അത് കിട്ടും. എന്നാലേ ഈ സ്ഥാനമൊക്കെ കൈ വന്നു കഴിഞ്ഞാലേ ഭരണമൊന്നും എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല ചേട്ടാ. അതിന് നീ പേടിക്കുന്ന എന്തിന്? നീ ജയിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞാനായിരിക്കും. അണിയാ നോക്കുന്ന എന്തിന്? തുണി കഴുകി ഇടാൻ അല്പം താമസിച്ചു പോയി. അത് MLA വന്നോണ്ടല്ലേ. വെയിൽ പോകുന്നതിനിപ്പോ ഞാൻ കഴുകിയിട്ട് തീർത്ത് തരാം. കൊള്ളാം, നല്ല ഭരണം. ഇവൻ തന്നെ ഭരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതൊക്കെ എന്റെ വീട്ടില് എന്റെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. എന്നെ ഇങ്ങനെ അങ്ങ് വിട്ടേക്കുവാ. അതിനെന്തോ പേര് പറയുമല്ലോ. വീട്ടിൽ നിന്ന് കയറൂരി ഇട്ടേക്കുന്നത്. ഫ്രീഡം. നേരത്തെ ഭർത്താവിന്റെ പേര് പറഞ്ഞല്ലോ, എന്തായിരുന്നു? കുട്ടൻ. എന്തെടുക്കും ആളിപ്പോ? ആൾക്ക് വലിയ മണവും ഗുണവും ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോന്നു. പുള്ളി പഴയ വീട്ടിൽ തന്നെ ഇന്ന് പുഴുക്കുവാ. കുട്ടനെ കാണാറുണ്ടോ? ആ, ഞാൻ ഈയിടെ കണ്ട്. ആരോ 5-6 വട്ടം ചവച്ച തുപ്പിയെ ബബിൾ കൊടുത്ത് വീണ്ടും ചവച്ച് നിന്നോണ്ടിരിക്കുക. കുട്ടന്റെ വരുമാനമൊക്കെ എങ്ങനെയാണ്? അത് കിട്ടണമെങ്കിൽ അവൻ എന്റെ പേര് തന്നെ പറയണം. നിങ്ങൾ ഈ വല്ലോരത്തും കിടക്കുന്ന വല്ലോന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇവിടുത്തെ കാര്യം പറ. ഇവിടുത്തെ കാര്യം പറയാം. സുശീലയെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കാനായിട്ട് ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ മനസ്സ് എപ്പോഴും നല്ല പവർഫുൾ ആയിരിക്കണം. നല്ല കട്ടിയുള്ള മനസ്സുണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റൂ. കല്ലുപോലെ മനസ്സുള്ള ആളിന്റെ റിംഗ് ടൂണ് കേട്ടോ. അയ്യോ ശരി ശരി ശരി. അയ്യോ, എന്ത് പറ്റി? അയ്യോ സോറി. അയ്യോ, ചോറായ ചോറ്. കറിയായിട്ടില്ല, ചോറ്. കറിയായില്ല, കറിയായി. അയ്യോ, അതല്ല, എനിക്കൊന്ന് സ്ഥലം മാറിയത്. എന്നാ ഇവിടുന്ന് മാറിയെങ്കിൽ ഇങ്ങോട്ട് മാറി. അതല്ലെന്ന്, ഞാൻ വന്ന സ്ഥലം ഒന്ന് മാറിപ്പോ. ഞാൻ വനിതാ വാർഡ് തിരക്കാണല്ലോ വന്നത്. അതെ അതെ. പക്ഷെ ഇതല്ലായിരുന്നു വനിതാ വാർഡ്. പിന്നെ ഏതാ? നമ്മുടെ 8ാം വാർഡായിരുന്നു വനിതാ വാർഡ്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു വേലയായി പോയത്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്?
നീ അല്ലേ പറഞ്ഞ നിനക്ക് 8-ാം വാർഡിലും 9-ാം വാർഡിലും 10-ാം വാർഡിലും ഓരോ ഭാര്യമാര് വെച്ചോണ്ടെന്ന്. ഇന്ന് രാവിലത്തെ മീറ്റിംഗില് ഭരണം വേണ്ടേ? ആദ്യം ഭരണമല്ല, പിന്നെ ഇങ്ങനെ മരണം. എന്റെ പൊന്നെ, സ്കിറ്റ് ഇവിടെ കാണുന്ന അതിന്റെ ഇടയ്ക്ക് അവരുടെ ചിരി മാത്രമല്ല, ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ചേട്ടൻ ഇവിടെ പെർഫോം ചെയ്യുമ്പോ അവിടെ അമ്പാടിയുടെ പേര് പറഞ്ഞു. പക്ഷെ അമ്പാടി ആരെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്പാടി ഇതാണ് അമ്പാടി. ഞങ്ങളുടെ വിഷ്ണുവിന്റെ പേരാണോ അമ്പാടി? അപ്പൊ നീ ഇതുപോലെ കുരുത്തോല കെട്ടി അവിടെ ഡാൻസ് കളിക്കും? അമ്പാടി നന്നായി ഡാൻസ് കളിക്കും അല്ലേ? അവന്റെ ചിരിയിലുണ്ട് ഡാൻസറാന്ന് സ്മൈലേഷ് കുമാർ. ഇവിടെ പാട്ട് വന്നപ്പോഴും അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? കാരണം നിങ്ങളുടെ ആ ഒരു സൈഡിലേക്കായിരുന്നല്ലോ പാട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഒരു പാട്ടുണ്ടാവും, ഒരു നാടൻ പാട്ട്, ഒരു ഓളത്തിന് പാടാൻ. തീർച്ചയായിട്ടും. ഏത് പാട്ട് പാടും? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കല്ല കലക്കണ കച്ചോടം, പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കല്ല കലക്കണ കച്ചോടം. ഇന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനാണ്. ഇന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ഓ എന്റെ മോനെ, ഏത് മൂഡ് ഇതായിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോ സ്കിറ്റും പാട്ടും എല്ലാം ആയി കഴിഞ്ഞപ്പോ നമുക്കിനി ചേച്ചി ബാറ്ററിനെയും കൂടെ ഒന്ന് കാണണ്ടേ? ബാറ്ററി കൂടെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടേ. അപ്പൊ നമുക്ക് ബാറ്ററിയിലേക്ക് നോക്കാം. ₹35,000 ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്. അൻസു നമുക്കൊരു വീഡിയോ കാണിക്കും. ഇപ്പൊ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പൊ ഒരു ട്രെൻഡിങ് ഡാൻസ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഹസ്കി ഡാൻസിന്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതായിരുന്നു. അതുപോലെ തന്നെ വൈറലായ ഒരു സംഭവമായിരുന്നു കാറ്റിന്റെ ഡാൻസ്. അതുപോലെ തന്നെ ഒരു കാറ്റിന്റെ ഡാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. എന്തിനാ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നില്ല നോക്കാം. ഓക്കെ, ബാ. തകില് പൊകില് കുഴല് കുഴല് തന്തനത്തനം പാടി വാ. സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട കേറി വാ. ഇത് ജോബിൻ മാസ്റ്ററാ. ഇത്രയും നമ്മൾ ഡാൻസ് ചെയ്യണം അല്ലേ? ചെറിയ സിമ്പിൾ സ്റ്റെപ്പാ. എല്ലാവരും കൂടെ ഒന്ന് ഡാൻസ് കാണിച്ചെന്നേ. തകില് പൊകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട കേറി വാ. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പേരാകാം. ഇപ്പൊ എന്തെങ്കിലും നിൽക്കുന്നതിൽ ഇവര് ഒരു ടീം, ഞങ്ങൾ ഒരു ടീം, അവരൊരു ടീം. നിങ്ങൾ എല്ലാരും കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാം. അതെ, ഞാനൊരു പരുവത്തിന് കളിക്കുന്ന ആളാണ്. എനിക്ക് തന്ന പേര് ഞാൻ അങ്ങോട്ടേക്ക് വരാം. നിങ്ങളെ മറ്റേ ഹിമാലയം വേണ്ടെന്ന് പറഞ്ഞ് എടുക്കാൻ പോകുന്ന അഗ്നിപർവ്വതത്തിനെയാണ്. നിന്നെ അങ്ങനെ കളിയാക്കിയോണ്ട് ഞാൻ നോബിച്ചേന്റെ കൂടെ. അല്ല, എനിക്ക് കളിയാക്കൽ ഇഷ്ടമാ. ഐ ലവ് കളിയാക്കൽ. ഇപ്പഴത്തെ എനിക്ക് ഇവളുടെ കൂടെ പറ്റൂല. ഞാൻ കളിക്കുന്നത് കൈ കൊണ്ട് മാത്രമാണ്. താളം കൂടി തെറ്റിക്കല്ലേ. ശരി, അപ്പൊ ചേച്ചി പറഞ്ഞോ ഏത് ടീം ആദ്യം കളിക്കണം? ഓക്കെ, ആദ്യം അഖിലൻ അലക്സ്. 1 2 3 മ്യൂസിക്. തകില് പൊകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട കേറി വാ. അടുത്ത നോബി ആൻഡ് ശ്രീവിദ്യ.
ഞങ്ങൾക്കേ ഈ ഹസ്കി ഫോറിൻ ആയതുകൊണ്ട് അതിനോട് താല്പര്യമില്ല. ഞങ്ങളോട് നാടൻ പട്ടി ഡാൻസ് മതിയോ? പൂച്ചയാണത്. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. മ്യൂസിക്. തകില് പുകില് കുരവ കുഴല് തണ്ടനത്തനം പാടി വാ പടക്കം മടിച്ച് പാണ്ടിയ പട കേറി വാ. ചേച്ചി ഞാൻ പറഞ്ഞ നമ്മൾ ശംഖുമുഖത്ത് ചെല്ലുമ്പോഴേ ചില ഹിന്ദിക്കാരി പെമ്പിള്ളേർ ഒരു ഇങ്ങനെ പാത്രം കീ കൊടുക്കണ കുറെ പാവയെ കൊണ്ടുവരിക. അപ്പൊ ഇതിനെ പിള്ളേര് പെട്ടെന്ന് വാങ്ങാൻ വേണ്ടിട്ട് ഇതിന് എല്ലാത്തിനും കൂടെ കീ കൊടുത്തങ്ങ് വിടും. അപ്പൊ ചില പാവ ഇങ്ങനെ പോകും, ചിലത് ഇങ്ങനെ പോകും. കണ്ടിട്ടുണ്ടാ? അതിന്റെ ഇടയ്ക്ക് വേറെ നോക്കി. ഇനിയാണ് നമ്മള് പൂരം കാണാൻ പോണത്. 1 2 3 സ്റ്റാർട്ട്. തകില് പുകില് കുരവ കുഴല് തണ്ടനത്തനം പാടി വാ സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പടക്കം മടിച്ച് പാണ്ടിയ പട കേറി വാ. ഒരു മിനിറ്റ്, എനിക്കായിരുന്നു അത്. ഇനിയെങ്കിലും ഒന്ന് നിർത്തുമെന്നും പറഞ്ഞ് കൈയടിച്ചാ. എന്നാലും ആദ്യമായിട്ട് എനിക്കൊരു സപ്പോർട്ട് കിട്ടി. ഫസ്റ്റ് പ്രൈസ് ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്കറിയാം ഫസ്റ്റ് പ്രൈസ് ആണ്. അവർക്ക് അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു, അവരുടേതായ ഒരു ഉണ്ടായിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദിസ് ഡാൻസേഴ്സ് നോബി ആൻഡ് ശ്രീവിദ്യ. ജനം തോറ്റു, PR ഞങ്ങൾക്ക് പറയാനില്ല. ഇനി വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് അങ്ങനെയല്ല, വിദേശം തോറ്റു ഇന്ത്യ ജയിച്ചു. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാലോ, ഒന്നും പറയല്ല മോളെ. ട്രെൻഡ് ഞങ്ങൾ തന്നു. അതെ, എന്തായാലും നീ കിടിലാണ് മുത്തേ. നീ ഇനിയും കിടിലായിക്കൊണ്ടിരിക്കുകയാണ്. PR ഒന്നും ഇല്ലാണ്ട് സ്വന്തം എഫേർട്ട് എടുത്താണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് അവാർഡുകൾ ലഭിക്കട്ടെ. എന്താണോ ആഗ്രഹം, സ്വപ്നം കാണുന്നത് അതൊക്കെ നടക്കട്ടെ, സാധിക്കട്ടെ. ഓൾ അവർ വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഫോർ യു. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും മക്കളെ താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മൾ കാണും പൊളിക്കും ഒരു പാട്ട് പാടി നമ്മൾ ഡാൻസ് കളിച്ച് വൈൻഡ് അപ്പ് ചെയ്യും. ടാറ്റാ മ്യൂസിക്.